അടുത്തുണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ നെയ്മീൻ റോസ്റ്റ്. ഇതാണ് ചെമ്മീൻ റോസ്റ്റ് ദോശ. ചെമ്മീൻ റോസ്റ്റ് ദോശ ഞാൻ ഇപ്പോൾ കഴിച്ചു, നിങ്ങൾ കാണുകയും ചെയ്തു. അടുത്ത് നാടൻ നെയ്മീൻ റോസ്റ്റ്. അപ്പം നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം. നേരത്തെ ഒരു പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ട് ചെമ്മീൻ റോസ്റ്റ് ഇതൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ തിന്നു നിർത്തി. വെയിറ്റ് ചെയ്യാൻ പറ്റിയില്ല, ഒരു രക്ഷയില്ല. കാരണം നമ്മൾ കൂടുതൽ റിച്ച് ചെമ്മീനായത് നിറച്ച് റിച്ച് ചെമ്മീനായിരുന്നു അതിനകത്ത്, ഒന്നും തോന്നിയില്ല. അപ്പോൾ അടുത്ത് നമ്മൾ നെയ്മീൻ റോസ്റ്റ്. അപ്പോൾ അതിനകത്ത് വലിയൊരു നെയ്മീനൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നടുക്കഷ്ണം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. നെയ്മീൻ, വെളിച്ചെണ്ണ, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഇത് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, മുളക് പൊടി, ഒരു തക്കാളി. നമുക്ക് തുടങ്ങല്ലേ. ആദ്യമായിട്ട് എണ്ണയാണ് യൂസ് ചെയ്തേക്കുന്നത്. ശരിക്കും നമ്മളെ ഇതിപ്പോൾ നമുക്ക് അതായത് കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ ശരിക്കും കിച്ചൺ കാണാം, എങ്ങനെ ഉണ്ടാക്കുന്നത് എല്ലാം കാണാം. ഇത് ശരിക്കും ഉദ്ദേശിച്ച ഹൈജീനും ബാക്കിയുള്ള കാര്യങ്ങൾ അവരെ അറിയിക്കാൻ വേണ്ടി തന്നെയാണ്. അതിന് വേണ്ടി നല്ലൊരു കാര്യം. കാരണം നമുക്ക് കസ്റ്റമേഴ്സിന് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, ഫുള്ള് കാണാൻ. ശരിക്കും വലിയൊരു ഗ്ലാസ് ആണ്, അതിൽ കൂടെ നോക്കിയാൽ ഫുൾ കിച്ചൺ കാണാം. കിച്ചണും കാണാം, എങ്ങനെ ഉണ്ടാക്കുന്നത്, മൊത്തം പരിസരം മൊത്തം കാണാം. നല്ലൊരു കാര്യമാണ്. അതോടെ സവോള ഇട്ടിട്ടുണ്ട്, സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് വൈറ്റാണ്. ഇനി നമ്മുടെ മീനിനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസിന് അതും കൂടി ഇടണോ? അത് കേട്ടോ, അതുകൊള്ളാലോ. നമ്മള് ഇത് ആ നടുക്കഷം വീണ്ടും കട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ആദ്യമേ വഴറ്റാണ്. ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നമ്മൾ ഇത് ചെയ്യും, തീ കുറച്ച്. ഇത് ഞാൻ ആദ്യമായിട്ട് നമ്മൾ പച്ച വെളിച്ചെണ്ണ ഇട്ട് ചെറിയ ചൂടിൽ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, സവോള, നെയ്മീൻ അല്ലെങ്കിൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് ആ മീൻ, അതിനകത്ത് നെയ്മീൻ, പിന്നെ തക്കാളി എല്ലാം കൂടി ആ ചൂടാവുന്ന ആ സമയത്ത് തന്നെ ഇട്ടേക്കാണ്. ഉപ്പും. ശരിക്കും ഇതെന്താ ഇങ്ങനെ ഇടുന്നത് സാർ? നമ്മൾ ഇതെല്ലാം ചെയ്ത് കണ്ടല്ലോ, എല്ലാവരും ചെയ്ത് കഴിഞ്ഞിട്ടായിരുന്നു. ഇതിനാണ് ആ ഫ്ലേവർ, നെയ്മീൻ്റെ കറക്റ്റ് ഫ്ലേവർ മൊത്തം വരണമെങ്കിൽ ഇതാണ് ഇങ്ങനെ ഇടണത്. ശരിക്കും മീനായാലും കൊഞ്ചായാലും ആ കറക്റ്റ് ആ മീനിൻ്റെ ഫ്ലേവർ വരണം. അല്ലെങ്കിൽ അവസാനം ഇട്ട് കഴിഞ്ഞാൽ ആദ്യമേ ആ എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ എല്ലാത്തിനും കയറിയെങ്കിൽ പിടിച്ച് ഫ്ലേവർ മൊത്തമായിട്ട് കിട്ടുമല്ലേ. എല്ലാം അങ്ങിട്ടേക്ക് ആദ്യം തന്നെ. ഇത് മല്ലിപ്പൊടി എല്ലാം ഉണ്ട് കേട്ടോ. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവോള, മീൻ, തക്കാളി, മുളക് പൊടി, ഗരം മസാല കുറച്ച്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടി ഇട്ട് വെച്ചേക്ക. ഇതിലേക്ക് കൊടമ്പുളി ഇട്ടുണ്ട്, കുറച്ച് നാരങ്ങ കൂടി ഇട്ട്. ശരിക്കും സീ ഫുഡ്സിലും എല്ലാത്തിലും നാരങ്ങ നല്ല. ഇതൊരു 2 മിനിറ്റത്തേക്ക് വേണ്ടി അടച്ചു വെക്കണം. അകത്തുള്ള ഇതും ഹീറ്റും പുറത്തുള്ള ഹീറ്റും കൂടെ ഇതായി കറക്റ്റ് ഒരു ഇതാവും. ആ ഫ്ലേവർ ഒന്നും പുറത്ത് പോകാതിരിക്കാം. നമ്മുടെ ബാക്കിയുള്ള ബ്രാഞ്ചസിലൊക്കെ ഇത് ഇങ്ങനെ തന്നെയാണോ? ഞങ്ങളുടെ എല്ലാ ഇതും കിച്ചണും ഓപ്പൺ കിച്ചണാണ്. എല്ലാ ബ്രാഞ്ചസിലും ഇത് ഓപ്പൺ കിച്ചണാണ്. ആൾക്കാർക്ക് കസ്റ്റമേഴ്സ് ശരിക്കും കാണാം. അതെ, എന്തായാലും ശരിക്കും നല്ലൊരു കാര്യം തന്നെയാണ്. ബാക്കിയെല്ലാം നമ്മൾ കാണുന്നില്ല, എന്താണ് അകത്താണ് ഒരു അറിവുമില്ല. സാധനം കൊണ്ടുതരുമ്പോ കഴിക്കുന്നു ആ ഒരു. ഇവിടെ കൂടുതൽ നമ്മൾ ഇത് തന്നെയാണ്, സീ ഫുഡ് തന്നെയാണ് കൂടുതൽ. ബാക്കി എന്തൊക്കെ ഡിഷ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ? നമുക്ക് അടുത്ത ആഴ്ച മുതൽ നമ്മളിവിടെ ബാർബിക്യൂ ഫിഷിന്റെ ബാർബിക്യൂ ഞാൻ മെനൂസിൽ കണ്ട് സൈഡിൽ ചെറിയ ഫോട്ടോസ്. ഗ്രിൽഡ്, പിന്നെ തന്തൂർ. ആരും ഫിഷിന്റെ തന്തൂർ ചെയ്യുന്നില്ല, നമ്മൾ ഫിഷും തന്തൂറിൽ തന്തൂർ ചെയ്യാൻ കൊടുക്കും. ഇനി ഒന്ന് ഇളക്കാം. അതാണ് ആ എണ്ണയിൽ കിടന്നത് അത് കട്ടിയായിട്ടുണ്ടാവില്ല. കൂടുതൽ നമുക്ക് ഇത് ചെയ്യാനും പറ്റത്തില്ല, ഇത് മീൻ അല്ലേ പൊടിഞ്ഞു പോകും. അതിട്ട് ആക്കി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് പതുക്കെ സൂക്ഷിച്ചേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കുറച്ചുകൂടെ മുളക് പൊടി ഇടാം. പോരല്ലേ, കുറച്ച് പെപ്പർ. എനിക്കായതുകൊണ്ടാ തോന്നുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഇട്ട് തരുന്നത്. കാരണം ചെമ്മീന്റെ ദോശ കഴിച്ചപ്പോൾ മനസ്സിലായി ഇവൻ തിന്ന് തീർക്കും. കുറച്ച് പെപ്പറും കൂടെ, ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ഇട്ടുണ്ട്. അതങ്ങനെ ഓയിലാണ് നിറച്ച്, ഓയിലാണ് കൂടുതലും ഓയിൽ. പച്ച വെളിച്ചെണ്ണ
വെളിച്ചെണ്ണയാണ് മെയിൻ ഐറ്റം എല്ലാത്തിനും നമ്മുടെ കേരള ഭക്ഷണത്തിൻ്റെ എല്ലാ അതെ അതെ വെളിച്ചെണ്ണയാണ്. ഇത് എത്ര നേരം പിടിക്കും? ഇനി ഒരു 5 മിനിറ്റിൻ്റെ അകത്ത് 5 മിനിറ്റ് ആണ് മൊത്തം. നെയ്മീനും അതേപോലെ ഈ കൊഞ്ച് പോലെ തന്നെയാണ്, പെട്ടെന്ന് വേവ്. പെട്ടെന്ന് വേവല്ലേ? ചൂര പോലെ അല്ല. നെയ്മീൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ആകുമ്പോഴത്തേക്ക് കുക്ക്ഡ് ആവും. അതേപോലെ നമ്മൾ ചെമ്മീൻ പോലെ തന്നെ ഇപ്പൊ ചേർന്ന് പറഞ്ഞ നെയ്മീനൊക്കെ പെട്ടെന്ന് കുക്കിഡായി കിട്ടുന്നതാണ്. ഇത് മൊത്തം ഒരു 5-6 മിനിറ്റ് 10 മിനിറ്റ് മാക്സിമം 10 മിനിറ്റ് ആകാം. 10 മിനിറ്റ് അത് സെറ്റ് ആവുന്ന പറയുന്നത്. നെയ്മീനൊക്കെ പെട്ടെന്ന് കുക്കിഡാവുന്നതാണ്. നെയ്മീൻ നല്ല വിലയുമാണ്. ഇന്ന് നെയ്മീന് 700 രൂപ കിലോ. നല്ല ക്യാഷിൻ്റെ ഒരു സംഭവമാണ് ഞാനിപ്പോൾ കഴിക്കാൻ. നല്ല വിലയുള്ള മീനാണ്. ഇത് കാക്കിലോ കൂടുതൽ ഉണ്ടാവുമല്ലേ? കാക്കിലോ ഒന്നുമില്ല, ഇതൊരു 150 ഗ്രാം കുറഞ്ഞു പോയി. ഏകദേശം കാക്കിലേക്ക് നമുക്ക് നെയ്മീൻ്റെ എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് നമ്മൾ? നെയ്മീൻ്റെ ഫ്രൈ, മസാല, റോസ്റ്റ്, പിന്നെ ചില്ലി ഫിഷ്. ചില്ലി ഫിഷ് നെയ്മീൻ ചില്ലി ഫിഷ് അങ്ങനെ കഴിച്ചിട്ടില്ല. അത് ചൈനീസ് ഇതാണ്, പക്ഷെ നെയ്മീനാണ് അത് കൊടുക്കുന്നുണ്ട്. നാടൻ കൂടാതെ എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ ഉണ്ട്. ബാക്കി എന്താ, പിന്നെ ഫിഷ് ബിരിയാണി, ചില്ലി ഫിഷ്, പ്രോൺ ബിരിയാണി ഉണ്ട്, പിന്നെ മിക്സഡ് ബിരിയാണി ഉണ്ട്. സീ ഫുഡിൻ്റെ എല്ലാ സീ ഫുഡ്സും, അതായത് കണവ, കൊഞ്ച്. ഒരു വയറുള്ളൂ. ഇതൊക്കെ കൂടി ഞാൻ എവിടെ വെക്കുന്നതാണ്? ഇതായി ഇതിന്ന് എടുത്ത് മാറ്റിയ ഞാൻ അപ്പം അറ്റാക്കാണ്. ഇല്ല, അത് പറ്റില്ല. നേരത്തെ പറഞ്ഞ ആൾക്കാരെ മര്യാദയ്ക്ക് നമ്മുടെ വ്യൂവേഴ്സിനെ കാണിച്ചില്ല എന്നും പറഞ്ഞിട്ട് എന്നെ വളർത്തുന്നത്. അങ്ങനെ പെട്ടെന്ന് കഴിക്കരുത്. ഓക്കെ, അങ്ങനെ ഇത് നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ട് ചോദിച്ചിട്ട് കഴിക്കുള്ളൂ ഞാൻ. നെയ്മീൻ റോസ്റ്റായി. ഇത് നമ്മൾ എന്തിൻ്റെ ഒപ്പം സെർവ് ചെയ്യുന്നത്? ഇത് നമുക്ക് പൊറോട്ട, പത്തിരി, അരിപ്പത്തിരി, പുട്ടിൻ്റെ ഒക്കെ കൂടെ നല്ല നമ്മുടെ നാടൻ ചോറിൻ്റെ ഒപ്പം ചോറാണ് ഏറ്റവും ബെസ്റ്റ്. നമുക്ക് ചോറില്ലാണ്ട് പറ്റില്ലല്ലോ. എന്താ കിട്ടിയാലും നമുക്ക് ഇത്തിരി ചോറ് കഴിക്കണം. ആദ്യം പൊറോട്ട, പിന്നീട് ഇരുന്ന് ചോറ് കഴിച്ചു. ഒരു വർഷം പൊറോട്ടയായിട്ട് ഞാൻ പിടിക്കാൻ പോവാം. നമുക്ക് വീറ്റിൻ്റെ പൊറോട്ട ഉണ്ട്. വീറ്റിൻ്റെ പൊറോട്ടയും കൂടെ ഉണ്ട്. അത് അവിടെ നമുക്ക് അത് പൊറോട്ട ഇടല്ലേ? അതെ പൊറോട്ട ഇടും. അവിടെ പൊറോട്ട ഉണ്ട് ചേട്ടാ. ഇവിടെ നമ്മുടെ മൈദ പൊറോട്ട മാത്രമല്ല, വീറ്റ് പൊറോട്ട എല്ലാം. വീറ്റ് പൊറോട്ട ഉണ്ട്. അല്ല, ശരിക്കും വീറ്റ് പൊറോട്ട എവിടെ നിന്ന് വന്നത്? വീറ്റ് പൊറോട്ട ശരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് കുറച്ച് നാൾ ദുബായിലായിരുന്നു. ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് കഴിച്ചതാണ് വീറ്റ് കോയിൻ പൊറോട്ട എന്ന് പറഞ്ഞ കോയിൻ പൊറോട്ട. ചെറിയ കോയിൻ്റെ ചെറിയൊരു പൊറോട്ട. ആ ഇത് വന്ന് ഞാൻ തിരിച്ചവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്തത് നമ്മുടെ വഴുതക്കാട്ട് 2 കടയിലും ആ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷമാണ് ട്രിവാൻഡ്രത്ത് ഞാൻ ഈ സാധനം കാണുന്നത്. പിന്നെ അല്ല, അത് കുറച്ചാളായിട്ടുള്ളൂ വീറ്റ് പൊറോട്ട. അതെ. അപ്പോൾ അതെ നമ്മുടെ മസാല ഇത് റോസ്റ്റ്, നെയ്മീൻ റോസ്റ്റ്, നാടൻ നെയ്മീൻ റോസ്റ്റും നമ്മുടെ പ്രേക്ഷകർക്ക് അത് കാണണം, ഇല്ലെങ്കിൽ എനിക്ക് വീണ്ടും പണ്ട് പൊറോട്ടയും നെയ്മീൻ റോസ്റ്റും. ചൂട് പൊറോട്ട ആയിരുന്നല്ലേ? ശരിയാ, ഞാൻ അപ്പോൾ കണ്ടുള്ളൂ അടിച്ചത്. ഫുള്ള് എണ്ണയിൽ കുക്കിഡായതുകൊണ്ടേ കൈ ഇടുമ്പോൾ തന്നെ നല്ല സുഖമാണ്. ഇത്ര എരിവൊക്കെ ഇട്ടുണ്ടെങ്കിൽ അധികം ഇത് വന്നിട്ടില്ല. എരിവ് കറക്റ്റ്. ഞാൻ വിചാരിച്ചു അത് നമ്മൾ യൂസ് ചെയ്യുന്ന കാശ്മീരി ചില്ലിയാണ്, മറ്റേ ബിരിയാണി ഇതല്ല, പാണ്ടിമുളകല്ല. അല്ല അല്ലേ, കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യണത്. ഞാൻ വാരിക്കോരി ഇടാണ്ട് വിചാരിച്ചു നല്ല എരിവ്, അപ്പം കുരുമുളക് പൊടി. അതാ കളർ കറക്റ്റ്. അപ്പം ചേട്ടാ താങ്ക് യു. ചെമ്മീൻ ദോശയ്ക്കും നെയ്മീൻ റോസ്റ്റും പൊറോട്ടയ്ക്കും. എന്തായാലും നിങ്ങൾ വരുമ്പോൾ ഇത് നമ്മുടെ ഹൈവേ തന്നെയാണ്, ഇവിടെ ഒന്നും കഴിക്കാം. നീ ഇവിടെ എത്തിപ്പെടാൻ പറ്റാത്ത ബൈപ്പാസ് നമ്മുടെ എയർപോർട്ടും ടെക്നോ പാർക്കും കൂടി ഉള്ളതല്ലേ? അതെ. ഇവിടെ ആണ് നമ്മുടെ സാഗര പുതിയ ബ്രാഞ്ചാണിത്. ഇവിടെ വരാൻ പറ്റാത്തവർക്ക് നമ്മുടെ വഴുതക്കാട് പ്രോപ്പർ വഴുതക്കാട് തന്നെ 2 സാഗരമുണ്ട്. അതിന് വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ അവിടെയും പോകുന്നുണ്ട്. അപ്പം എന്നാലും വളരെ നന്ദി. സിംപ്ലി നാടൻ ഫുഡ്. ബൈ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.